വന്നിരിക്കുന്നത് വേറൊരു ഓണ വിഭവമായിട്ടാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തീയലാണ്. ഉള്ളി തീയലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു തീയലാണ് ഉള്ളി തീയൽ. നിങ്ങൾക്കും അത് ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഉള്ളിത്തീയലിന് ഏറ്റവും ആദ്യം ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചെറിയ ഉള്ളി തന്നെയാണ്. ഞാനൊരു 20 ഉള്ളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് കഴുകി നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനിവിടെ പേൾ ഒനിയൻ എന്നാണ് പറയുന്നത് കേട്ടോ. അത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ട നമുക്കൊരു 4 പച്ചമുളക് വേണം. ഇത് ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിന് ഇച്ചിരി എരിവുള്ളതാണ്, അതുകൊണ്ട് ഒരു 4 എണ്ണം മതിയാവും. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്താണ്. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് മതി. അത് നമ്മൾ ഈ പായസത്തിനൊക്കെ അരിയുന്ന പോലെ ഇതുപോലെ കനം കുറഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊരു 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ കുറച്ച് മല്ലിയും മുളകുമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഹോൾ മല്ലിയാണ്. ഇതില്ലെങ്കിൽ നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപയോഗിച്ചാൽ മതി. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഇത് നമുക്ക് വറക്കാൻ വേണ്ടി വേണ്ട തേങ്ങയാണ്. ഇതൊരു 1 കപ്പാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഇവിടെ ഇത് നമ്മൾ മേടിക്കുമ്പോൾ പല സൈസിലായിരിക്കും കിട്ടുന്നത്. നമ്മൾ ഈ ഫ്രോസൺ തേങ്ങ മേടിക്കുമ്പോൾ അത് നമ്മൾ ഒരു ഫുഡ് പ്രോസസ്സറിനകത്തിട്ടൊന്ന് കറക്കിയെടുത്താൽ എല്ലാം ഒരുപോലെയാവും. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ. നമ്മളിങ്ങനത്തെ ഈ ഡിഷസൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ്. പിന്നെ കുറച്ച് വാളംപുളി വേണം. ഞാനിവിടെ ഒരു നെല്ലിക്കയുടെ സൈസിലാണ് വാളംപുളി എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വെച്ചിരുന്നാൽ അതിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കോളും. ഇത് മീനകത്തിടുന്ന പുളിയല്ല കേട്ടോ, ഇത് വാളംപുളിയാണ്. പിന്നെ വേണ്ടത് കുറച്ച് കടുക് വേണം. ഒരു ടീസ്പൂൺ കടുകാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ഉള്ളിത്തീയലിന് വേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഇത് ഉണ്ടാക്കാനായിട്ട്. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അത് ചൂടാകുമ്പോൾ നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ഈ പാനിനകത്തേക്ക് ഇടുകയാണ്. ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മളിങ്ങനെ തന്നെ വറുത്തെടുക്കാം. പിന്നെ ചില തേങ്ങയ്ക്ക് എണ്ണ കുറവായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മൂത്ത് കിട്ടും. അത് നമ്മൾ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ വെറുതെ ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് സൂക്ഷിക്കണം. ഒരു ഹാഫ് മൂത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയും മുളകും ഇതിനകത്തേക്ക് ഇടാം. ഈ ഹോൾ മല്ലി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇടുന്നത്. നമ്മൾ മല്ലിപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇടരുത്. അപ്പോൾ ഒത്തിരി അങ്ങ് മൂത്ത് പോകും. അതൊരു അവസാനം ഒരു തേങ്ങയൊക്കെ ഓൾമോസ്റ്റ് മൂക്കാറാകുമ്പോഴത്തേനും ഇട്ടാൽ മതി. ഈ ഹോൾ മല്ലിക്ക് മൂപ്പ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ആ തേങ്ങയ്ക്കകത്തേക്ക് അത് ചേർത്തത്. അത് അവിടെ കിടന്ന് മൂക്കട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുന്നത്. ഇതൊരു 10 മിനിറ്റെങ്കിലും എടുക്കും ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരാനായിട്ട്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി. അപ്പോൾ ഒരു ഹാഫ് വേ ആയിട്ടുണ്ട്. കുറച്ചുകൂടി നന്നായിട്ട് മൂക്കണം. നമ്മൾ ഈ വൈറ്റ് ആയിട്ടുള്ളൊന്നും കാണരുത്. അതുപോലെ എല്ലാ തേങ്ങയും ബ്രൗൺ ആകുന്നത് വരെ വറുത്തെടുക്കണം. അതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം വറുക്കാൻ. ഒത്തിരി തീ കൂട്ടി വെക്കരുത് കേട്ടോ. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാണാമല്ലോ, ഒരു ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ ചില വൈറ്റ് കളർ കാണാമല്ലോ. അതുകൂടി ബ്രൗൺ കളറാണ്. അതുവരെ നമ്മളിത് മൂക്കണം. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. അതുകൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കാം. അതൊരു 5 മിനിറ്റ് കൂടി ആകുമ്പോൾ ഇതെല്ലാം തന്നെ മൂത്ത് കിട്ടിക്കോളും. ഇതുണ്ട്, ഇത് ഓൾമോസ്റ്റ് ആയി. നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, എല്ലാം തന്നെ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. പക്ഷേ ഒത്തിരി അങ്ങ് കരിഞ്ഞിട്ടുമില്ല, ഒത്തിരി ബ്രൗൺ കളറായിട്ടുമില്ല. ആവശ്യത്തിനുള്ള ബ്രൗൺ കളർ. ഈ സമയമാകുമ്പോൾ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യണം. ഇത് നമ്മൾ അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അത് ആറാനായിട്ട് വെക്കണം.
ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് അരയ്ക്കാവുള്ളൂ കേട്ടോ. അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊന്ന് നിരത്തിയിട്ടാൽ അത് പെട്ടെന്ന് ആറിക്കോളും. അപ്പോൾ തേങ്ങ അവിടെ ഇരുന്ന് ആറട്ടെ. നമുക്ക് ഈ പാനിനകത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ അതിനകത്തേക്ക് ചേർക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഒന്ന് ആദ്യമേ വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. കുറച്ച് കഴിയുമ്പോൾ അതിനൊരു പൊട്ടലൊക്കെ തുടങ്ങും. അപ്പോൾ അത് മൂത്ത് തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ആ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം. തേങ്ങാക്കൊത്തെല്ലാം തന്നെ ലൈറ്റ് ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. നമ്മൾ തേങ്ങാക്കൊത്തെല്ലാം തന്നെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അത് നമുക്ക് അവസാനം നമുക്ക് കറിക്കകത്ത് ചേർക്കാനുള്ളതാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ കളറാകുമ്പോഴാണ് നമുക്ക് എടുത്ത് വെക്കേണ്ടത്. ആ എണ്ണയ്ക്കകത്തോട് തന്നെയാണ് നമ്മളിനി ഉള്ളി മൂപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഈ എണ്ണയ്ക്കകത്തേക്ക് ഒന്ന് ഇട്ട് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കാം. ഈ സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് അത് വഴന്നു വരും. അതുകൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ നമ്മളിതുപോലെ അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇതൊരു ഓൾമോസ്റ്റ് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഈ കളറാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതെല്ലാം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മുളക് എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഈ ഉള്ളിക്കകത്തോട്ട് ഈ സമയത്ത് ചേർക്കാം. ഈ തേങ്ങ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം നമ്മൾ ഒട്ടും തന്നെ ആ സമയത്ത് ചേർക്കരുത്. ഇത് അരയ്ക്കുമ്പോൾ അതിനകത്ത് എണ്ണയുള്ളതുകൊണ്ട് അതിൽ നിന്ന് തന്നെ ഇറങ്ങി ഇത് ഇതുപോലെ നന്നായിട്ട് നല്ല മിക്സായിട്ട് വരും. അപ്പോൾ കളറുള്ള, ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ഒരു ലൈറ്റ് ബ്രൗൺ ആയി പോകും. ഇനി നമ്മൾ അതിനകത്തേക്ക് ഈ അരച്ച മിക്സിക്കകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ആയിട്ടില്ല. പിന്നെ നമ്മൾ ആ പുളി ഉണ്ടല്ലോ, പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അതുകൂടി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുകയാണ്. ആ പുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പുളി ഇടരുത്, അതിൻ്റെ വെള്ളം മാത്രമേ ഇതിനകത്തേക്ക് ചേർക്കത്തുള്ളൂ. ഇതുകൂടെ ആ പുളിയോടെ ഇട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങ ഈ സമയത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പോട് ചേർക്കുകയാണ്. നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ മാത്രമേ ഉപ്പ് ചേർത്തുള്ളൂ. പിന്നെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പോടെ ഈ സമയത്ത് ചേർത്തു. അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിതൊന്ന് ചൂടാകാനായിട്ട് വെക്കണം. ഇതൊരു എണ്ണ തെളിയുന്നത് വരെ നമ്മളൊന്ന് ചൂടാക്കണം. അത് വരുന്ന തിളപ്പിക്കാൻ വേണ്ടി നമ്മൾ സമയം കൊടുക്കണം. അതുകൊണ്ട് എല്ലാം നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. നമ്മൾ ഈ ഉള്ളിത്തീയലിൽ ഒത്തിരി ചാറൊന്നും വേണ്ട. നമ്മളിത് തൊട്ട് കൂട്ടുന്ന ഒരു കറിയാണ്. അതുകൊണ്ട് ഒരു കുറച്ച് തിക്കായിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വെള്ളം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഉപയോഗിക്കാം. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കടുക് പൊട്ടിച്ചിടണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പ് വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് അതൊന്ന് പൊട്ടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്.
അപ്പോൾ കടുകൊക്കെ ഓൾമോസ്റ്റ് എല്ലാം പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് ആ കറിവേപ്പിലയോട് ഈ സമയത്ത് അതിനകത്തേക്ക് ചേർക്കാം. കറിവേപ്പിലയോട് ചേർത്തു. ഇനി നമുക്ക് ഇത് നമ്മുടെ കറിക്കകത്തേക്ക് ചേർക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഉള്ളിത്തീയലെല്ലാം നല്ല കാണാൻ തന്നെ നല്ല ലുക്കുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റും നല്ലതാണ് കേട്ടോ. കണ്ടല്ലോ അല്ലേ, ഞാനിത് ഒരു സെർവിങ് ഡിഷിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉള്ളിത്തീയൽ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ ഉള്ളിത്തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് വളരെ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഇതിന് നല്ല ഒരു ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളിത് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഓണാശംസകളും.